Very good evening. Welcome to Magic English. Good morning, ma'am. Good Not evening. good morning. സ്കൂളിലേക്ക് എത്തിയാ? ഇപ്പൊ ഏതാ സമയം? വൈകിട്ടാണ് അല്ലേ? രാത്രിയാണെങ്കിലും നമ്മൾ ഗുഡ് നൈറ്റ് പറയില്ലേ, അത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് പറയാ. എന്തായാലും ഈ ഒരു സമയം നമ്മൾ ഗുഡ് ഈവനിങ് പറയണം. സോ സേ ഗുഡ് ഈവനിങ്. ഗുഡ് Good ഈവനിങ്. evening, teacher. Okay, Good good evening. evening, teacher. Okay, Good okay, evening. fine, fine. Good evening all. മൈക്ക് ഓഫ് ചെയ്തോളൂ. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഞാൻ പറയുന്ന സമയത്ത് മൈക്ക് ഓൺ ചെയ്താൽ മതി. Okay, good evening. യെസ്, എന്താ പറയാൻ ശ്രമിച്ചത്? ക്ലിയർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് മൂവ് എനിവേ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആഡ്വേർബ്സ് ആണ്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പോവാം. ഒരു ഉപരിതല പ്രദക്ഷിണം അത്രേ ഉള്ളൂ, ഡീറ്റെയിൽ അല്ല. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണമാണ്. അതൊരു ഗ്രാമറിന്റെ പോർഷനാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കഴിഞ്ഞ ഒരു 1-2 സെഷൻസ് മുൻപ് നമ്മൾ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ സെഷൻ കേട്ടവർക്ക് അതുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും അല്ലെ. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ്. അതായത് ഒരു പേരിനെ, ഒരു വ്യക്തിയുടെ പേരിനെ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരിനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പേര്, ഒരു സാധനത്തിന്റെ അല്ലെ, ജീവിയുടെ പേരിനെ, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതിന് എക്സാമ്പിൾ അത് അഡ്ജക്റ്റീവ്സ് ആണ്. നാമവിശേഷണം എന്ന് പറയും, പേരിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ ഫർഹ ഈസ് എ സ്മാർട്ട് ഗേൾ. ഫർഹ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പൊ ഫർഹ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിശേഷിപ്പിച്ചതാണ് എന്ത്? സ്മാർട്ട്. അതുപോലെ ഹാദി ഈസ് എ ബ്രില്യന്റ് ബോയ്. ഹാദി എന്ന് പറയുന്നത് ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു ആൺകുട്ടിയാണ്. ഹാദി ഈസ് എ ബ്രില്യന്റ് ബോയ്. അതിനകത്ത് ബ്രില്യന്റ് എന്ന് പറയുന്നതാണ് ഹാദിയെ വിശേഷിപ്പിച്ചത്. അതായത് പേരാണല്ലോ, പേരിനെ വിശേഷിപ്പിക്കുന്നത്. അതാണ് അഡ്ജക്റ്റീവ്. നമ്മളത് മുമ്പേയുള്ള സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇപ്പൊ ക്രിയ? ചെയ്യുന്ന പ്രവൃത്തി. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യൂലോ. നടക്കുക, ഇരിക്കുക, ഉറങ്ങുക, പാടുക, നൃത്തം ചെയ്യുക, പറയുക, ഓർക്കുക, മറക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ? ചെയ്യുന്ന പ്രവൃത്തികൾ, ആക്ഷൻ വേർഡ്സ്, അതിനെയാണ് നമ്മൾ വേർബ്സ് എന്ന് പറയുന്നത്. ഈ വേർബ്സിനെ വിശേഷിപ്പിക്കുന്നത്. ചില സമയത്ത് വേർബ്സിനെ വിശേഷിപ്പിക്കും, ചില സമയത്ത് ആഡ്വേർബ്സിനെ തന്നെ വിശേഷിപ്പിക്കും, അഡ്ജക്റ്റീവ്സിനെ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. ഞാൻ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ആദ്യം ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. ഫർഹ നല്ല മിടുക്കി കുട്ടിയാണ്, ഹാരി നല്ല ബ്രില്യന്റ് ആണ്, ബുദ്ധിമാനാണ്. കാർത്തിക് ഇസ് എ നോട്ടി ബോയ്. കാർത്തിക് വികൃതിക്കുട്ടിയൊന്നല്ല, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. കാർത്തിക് ഇസ് എ നോട്ടി ബോയ്. കാർത്തിക് ഒരു കുസൃതിയായ കുട്ടിയാണ്. അതുപോലെ അൻസഫ് ഇസ് ആൻ ഇന്റലിജന്റ് ബോയ്. അൻസഫ് നല്ല ബുദ്ധിസാമർഥ്യമുള്ള കുട്ടിയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്? പേരിനെയാണ് വിശേഷിപ്പിച്ചത്. അത് അഡ്ജക്റ്റീവ്സ് ആണ്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോണ എന്താ അറിയോ? ആഡ്വേർബ്സ്. അത് ക്രിയയെ, ചെയ്യുന്ന പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ്. അതായത് ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. എന്നാലും കുറച്ചെണ്ണം ഞാനിപ്പോ മലയാളത്തിൽ പറഞ്ഞു. ചെയ്യുന്ന പ്രവൃത്തി എന്നല്ലേ. അപ്പൊ എല്ലാവരും ഓരോരോ ക്രിയകൾ ആദ്യം ആഡ്വേർബ്സിലേക്ക് വരട്ടെ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം എന്താ ഇപ്പൊ ക്രിയ, അത് നിങ്ങൾക്ക് അറിയുമെന്നൊന്ന് ധാരണ വരുത്തട്ടെ. എല്ലാവരും ഞാൻ ഒരു പേര് വിളിക്കാമേ, അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. അൻസഫ്, പ്ലീസ് ഓൺ ദ മൈക്ക് ആൻഡ് സേ വൺ നെയിം ഓഫ് എ വേർബ്. ഒരു വേർബ് എന്താണ്? എന്തെങ്കിലും ഒരു വേർബിനെ കുറിച്ച് പറയൂ. ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി, വേർബ്, ക്രിയ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. എന്താണ്? റീഡ്, വായിക്കുക. വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്യൂ. എല്ലാരും ശ്രദ്ധിക്കണേ. ആരാ ഇപ്പൊ പറഞ്ഞേ? ഫർഹയാണോ? യെസ്. ഓക്കെ, ഫർഹ എന്താ പറഞ്ഞേ? റൈറ്റ് എന്നല്ലേ? അതല്ലേ പറഞ്ഞേ? കേട്ടില്ല. റൈറ്റ് എന്നല്ലേ പറഞ്ഞത്? യെസ്. ഓക്കെ. അതായത് ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യൂ. റീഡ് എന്നുള്ളത് അൻസഫ് പറഞ്ഞു, വായിക്കുക, ചെയ്യുന്ന പ്രവൃത്തിയാണ്. കറക്റ്റ്. അതുപോലെ ഫർഹ പറഞ്ഞിരിക്കുന്നത് റൈറ്റ്, എഴുതുക. ഇനി കാർത്തിക് ഒന്ന് പറയൂ, ഒരു വേർബ് പറയൂ, ചെയ്യുന്ന പ്രവൃത്തി. കാർത്തിക്. പ്ലേയിങ്. പ്ലേയിങ്. ING വേണമെന്നില്ല, കുഴപ്പമില്ല. പ്ലേ, കളിക്കുക. ഓക്കെ, കറക്റ്റ് ആണ്.
വേറെ ആരാണ് ഇപ്പം കണക്ട് ആയിരിക്കുന്നത്? ഹാദി ഒരു Sleep. വേർബ് പറഞ്ഞു. സ്ലീപ്പ്, ഉറങ്ങുക. നാജി ഇല്ലേ എവിടെ? നാജി ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പേര് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ചെയ്യുന്ന ഒരു Walk. പ്രവൃത്തി. വാക്ക്, നടക്കുക. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. മൈക്ക് ഓഫ് ചെയ്തോളൂ പറഞ്ഞവര്. സീനത്ത, ക്യാൻ യു സിംഗ് പാടുക. പാട്ടുകാരി അങ്ങനെയല്ലേ പറയൂ. Morning, യെസ്, ആരാണ്? Shiva Sudhir. Yeah, Shivat. We are saying some verbs. Okay, can you say a verb? One. Run, ഓടുക. Is it correct? Yes, ma'am. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇനി ആരെങ്കിലും കണക്ട് ആയിട്ടുള്ളവരിൽ പറയാൻ ബാക്കിയുണ്ടോ? പറയാൻ ആരാണ്? ഓക്കെ, നസൽ സമാൻ. വേർഡ് പറയൂ, കുറെ നാളായല്ലോ കണ്ടിട്ട്. നസൽ പറഞ്ഞോളൂ, ഒരു വേർബ് പറയൂ. Playing. ഓക്കെ, പ്ലേയിങ് ഓൾറെഡി പറഞ്ഞു. വേറെ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചേ? Climbing. ക്ലൈംബ്, ing പറയണം എന്നില്ല. ക്ലൈംബ്. ഓക്കെ, ക്ലൈംബ്, കയറുക. കറക്റ്റ് ആണ്. മൈക്ക് ഓഫ്. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? അറിയാതെ ആരാണ്? Seihan. സൈഹാൻ പറയൂ, ഒരു വേർബ് പറയൂ. ജമ്പ്, ചാടുക. ഓക്കെ, ഫൈൻ. വേറെ ആരെങ്കിലും? ഇസ് ദർ എനിവൺ? നമ്മള് കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ ഐ ആം സെയിങ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വേർബിനെ കുറിച്ചല്ല. ഈ വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ചെയ്യുന്ന പ്രവൃത്തി, ആക്ഷൻ വേർഡ്സ്. അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഓരോരോ എക്സാമ്പിൾ പറഞ്ഞു. എല്ലാവരുടെയും എക്സാമ്പിൾസ് കേട്ടപ്പോ ഇതാണ് അല്ലേ ആക്ഷൻ വേർഡ്സ് അഥവാ വേർബ്സ്. ആരാണ് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ? ഓക്കെ, അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കുവാണോ? ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വേർബ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അത് കേട്ടാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ എക്സാമ്പിള്. നസൽ സമാൻ ഈസ് എന്താ പറയുന്നേ, ഈസ് എ നൈസ് ബോയ്. നസൽ സമാൻ ഒരു നൈസ് കാണാൻ നല്ല ലുക്കുള്ള, കൊള്ളാവുന്ന, അല്ലെങ്കിൽ നല്ല സ്വഭാവം, എന്തുമാവാം. ക്യാരക്ടർ ആവാം, കാഴ്ചയിലാകാം, എങ്ങനെയും ആകാം. അതായത് നല്ലൊരു നൈസ് ആയിട്ടുള്ള കുട്ടിയാണ് എന്നുള്ളതിൽ ഇപ്പൊ നസൽ സമാനെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ആ പേരിനെ വിശേഷിപ്പിച്ചതാണ് നൈസ്. അതുപോലത്തതാണ് നമ്മൾ 1-2 സെഷൻ മുമ്പ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഡ്വേർബ്സ്, അതായത് ക്രിയയെ, ചെയ്യുന്ന പ്രവൃത്തികളെ വിശേഷിപ്പിക്കുക. ഇത് ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അത് എടുത്തോന്നേ ഉള്ളൂ. ഐ എം സെയിങ്, ഞാൻ ഒരു സെന്റൻസ് പറയാം. അതിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യണം അതിനകത്ത് എന്താണ് ആഡ്വേർബ് എന്നുള്ളത്. ഒന്ന് ഗസ് ചെയ്ത് തെറ്റിയ സാരില്ല, നോക്കിക്കോളൂ. ഐ റീഡ് ലൗഡ്ലി. I read book loudly. Yes, okay, no problem. I read book loudly or I read loudly എന്ന് ഞാൻ പറഞ്ഞു. ആ സെന്റൻസിൽ ഏതാണ് ആഡ്വേർബ്? Loudly. അതാരാ ഗസ് ചെയ്ത ആളാരാ? ആണോ? അൻസഫ്. വെരി ഗുഡ്. യെസ്, അതായത് ഇതിനകത്ത് റീഡ് എന്നുള്ളതാണ് വെർബ് അല്ലെ? അപ്പൊ വെർബിനെ വിശേഷിപ്പിച്ചത് ആ സെന്റൻസിൽ എന്തായിരിക്കും? ലൗഡ്ലി, ഉറക്കെ വായിക്കണു. അതെങ്ങനെയാ അപ്പൊ ആഡ്വേർബ് മനസ്സിലായതെന്ന് വെച്ചാൽ നമുക്ക് ആ സെന്റൻസ് നോക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ്, എത്രത്തോളാണ്, എത്ര അളവിലാണ്, ഇങ്ങനെയൊക്കെ ഉത്തരം ആ സെന്റൻസിനോട് നമ്മൾ ഇങ്ങനെ ചുമ്മാ ചോദിച്ചു നോക്കുക. വാചകത്തിനോട് നമ്മൾ ഇപ്പൊ ഇതെന്താ, എപ്പോഴാ നടന്നേ, അല്ലെങ്കിൽ എന്നാ നടന്നേ, എന്താ ചെയ്തേ, എങ്ങനെയാ ചെയ്തേ, എവിടെയാ ചെയ്തേ, എപ്പോഴാ ചെയ്തേ, എത്രത്തോളാ ചെയ്തേ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ്. കോംപ്ലിക്കേറ്റഡ് ആയെങ്കിൽ വിട്ടേക്കൂ. മനസ്സിലാകുന്നവർ ഇത് മനസ്സിലാക്കുക, അല്ലാത്തവര് ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം ശ്രദ്ധിക്കാം. ഐ റീഡ് ലൗഡ്ലി, ഞാൻ ഉറക്കെ വായിക്കുന്നു. അതിനകത്ത് ഉറക്കെ
എന്നുള്ളതാണ്, ലൗഡ്ലി എന്നുള്ളതാണ് ആഡ്വേർബ്. എന്തിനാ വിശേഷിപ്പിച്ച്? റീഡിനെ. റീഡ് എന്നുള്ള വേർബിനെ വിശേഷിപ്പിച്ചു ലൗഡ്ലി. ഐ തിങ്ക് യു കുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് ആഡ്വേർബ്, റൈറ്റ്? അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഒറ്റ എക്സാമ്പിളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അത് നമ്മുടെ ആൻസർ കുട്ടൻ ഗസ് ചെയ്തു അല്ലെ. ഐ റീഡ് ലൗഡ്ലി, ഞാൻ ഉറക്കെ വായിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറക്കെ വായിക്കാറുണ്ട് എന്നുള്ള അർത്ഥവും അതിന് പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുവാണേ, കണ്ടെത്തണം കേട്ടോ, ഒന്ന് ട്രൈ ചെയ്യണേ, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ക്ലാരിറ്റി വരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗസ്സിന് അവസരം തരുന്നത്. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ ഔട്ട്സൈഡ്. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ ഔട്ട്സൈഡ്. ഞാൻ ഫുട്ബോള് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏതാണ് ആഡ്വേർബ്? ഐ ആം പ്ലേയിങ് ഫുട്ബോൾ ഔട്ട്സൈഡ്. വേറെ ആർക്കെങ്കിലും പേര് പറയാനുണ്ടോ? Outside. ഫുട്ബോൾ അല്ല, ഫുട്ബോൾ ഒരു വസ്തു അല്ലേ? Outside. ആ, കറക്റ്റ് ആണ്. ഞാൻ വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നോക്കിയതാണ്. ഔട്ട്സൈഡ്. മനസ്സിലായല്ലോ? ഇതിനകത്ത് ഏതാണ് ക്രിയ? ചെയ്യുന്ന പ്രവൃത്തി ഏതാ? ആ സെന്റൻസിൽ ഏതാ ചെയ്യുന്ന കാര്യം? പ്ലേയിങ് ആണ്. അപ്പൊ പ്ലേയിങ്ങിനെ വിശേഷിപ്പിച്ചത് ഫുട്ബോൾ ആവില്ലല്ലോ. എന്താണ്? ഫുട്ബോൾ ഒരു വസ്തുവാണ്. അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഔട്ട്സൈഡ്, പുറത്ത്. എവിടെയാ കളിച്ചത്? ആ സെന്റൻസിനോട് നമ്മൾ എങ്ങനെയാ, അല്ലെങ്കിൽ എപ്പോഴാ, എവിടെയാ, അതുപോലെ എത്രത്തോളാണ്, അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കുകയാണെങ്കിൽ അതിന് ഉത്തരം കിട്ടിയേച്ചാൽ അത് എന്താ പറയുന്നത്, ആഡ്വേർബ് ആയിരിക്കും. അങ്ങനെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. എന്താണോ ആ നമ്മൾ പറയുന്ന സെന്റൻസ്, അതില് വേർബ് ഏതാണ്, ചെയ്യുന്ന പ്രവൃത്തി, അതിനായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്തോ ഒന്നാണ്. ഇനി ഇപ്പൊ ആഡ്വേർബ് എന്താന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എളുപ്പമാണ്. ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. എല്ലാതും അങ്ങനെ ആയിരിക്കില്ല. ചിലതിന്റെയൊക്കെ ലാസ്റ്റ് ഇലി 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 എന്ന് വരും. എലിയല്ല, ILY. ലൗഡ്ലി, ചിലപ്പോ LY ആയിരിക്കും, ചിലപ്പോ ILY ആയിരിക്കും, അങ്ങനെയൊക്കെ. അതുപോലെ ബ്യൂട്ടിഫുള്ളി, നൈസ്ലി, ഇതൊക്കെ വന്ന ഉറപ്പിക്കുക എന്തായിരിക്കും? അത് അഡ്വേർബ് ആണ്. അങ്ങനെ മനസ്സിലാക്കാം. ഞാൻ കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. ഇതിനകത്ത് ഇപ്പൊ എന്തായിരുന്നു? ഔട്ട്സൈഡ്. നമുക്ക് അങ്ങനെ വല്ലാതെ ഗസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷെ പുറത്ത് നിന്ന് അർത്ഥം വരുന്നത്. അപ്പൊ അതെന്താണ്? സ്ഥലമാണ് ഉദ്ദേശിച്ചത്. ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞല്ലോ. അതായത് എവിടെയാ കളിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളതിന്റെ ഉത്തരാണ് ഔട്ട്സൈഡ് വരുന്നത്. അപ്പൊ അതെന്തായി? ആഡ്വേർബ് ആയി. അടുത്ത് നോക്കാം. ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി. എളുപ്പമായല്ലോ, വേഗം പറഞ്ഞോളൂ. എല്ലാരും കൂടെ പറയൂ. ബ്യൂട്ടിഫുള്ളി. എന്തിനാ അപ്പൊ വിശേഷിപ്പിച്ചത്? ബ്യൂട്ടിഫുള്ളി എന്നുള്ളത് ആഡ്വേർബ് ആണ്, കറക്റ്റ്. ഏതിനാ വിശേഷിപ്പിച്ചതെന്ന് കൂടെ പറഞ്ഞേ? സിങ്സ്. പാടാറുണ്ട്. ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി. അവൻ മനോഹരമായി പാടാറുണ്ട്. ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഏത് ടെൻസും പറ്റൂട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്ന ടെൻസിനെ അത് പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതായത് ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. They cooked well. They cooked well. എന്താണ്? Well. അതായത് ഇതിനകത്ത് ഏതായിരിക്കും ആഡ്വേർബ്? വെൽ, നന്നായിട്ട്. അപ്പൊ അതിനകത്തെ വേർബ് എന്താ? കുക്ക്ഡ്. എന്താണ്? ദേ കുക്ക്ഡ് വെൽ. അവർ നന്നായി കുക്ക് ചെയ്തു. കുക്ക്ഡ് എന്നുള്ള വേർബിനെ വിശേഷിപ്പിച്ചത് വെൽ. ഇനി അടുത്തത്, ഷീ റൺ ഫാസ്റ്റ്. സോറി, ഷീ റൺസ് ഫാസ്റ്റ്. ഷീ ആയതുകൊണ്ട് അങ്ങനെ പറയണം. ഷീ റൺസ് ഫാസ്റ്റ്. ആഡ്വേർബ് ഏതായിരിക്കും? ആഡ്വേർബ്. കൺഫ്യൂഷൻ വേണ്ട, അങ്ങനെ തന്നെ. എല്ലാതും ഒരു പക്ഷേ ഇങ്ങനെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ സെന്റൻസിന്റെ അവസാനമാണ് അല്ലേ ആഡ്വേർബ്. അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ സ്റ്റാർട്ടിങ്ങിലും വരും, ചിലപ്പോ സെന്ററിലും വരും, ചിലപ്പോ ലാസ്റ്റും വരും. അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ വലിയ ക്ലാസ്സിലേക്ക് ആവശ്യം വരും നിങ്ങൾക്ക്. ഇപ്പൊ ജസ്റ്റ് സംസാരിക്കാനല്ലേ, അത്രയേ ഉള്ളൂ. ഹി റൺസ് ഫാസ്റ്റ്. അവൻ നന്നായിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ ഓടാറുണ്ട് എന്നുള്ളതാണ്. അടുത്തത്, ഹി വിൽ അറൈവ്. ഹി വിൽ അറൈവ് ഹിയർ. ഹി വിൽ അറൈവ് ഹിയർ. അവൻ ഇവിടെ എത്തിച്ചേരും എന്നാണ്.
ഹി വിൽ അറൈവ് ഹിയർ. അവൻ ഇവിടെ എത്തിച്ചേരും. അറൈവ് എത്തിച്ചേരുക. ഇറ്റ് ഈസ് എ വെർബ്. അതൊരു പ്രവൃത്തിയാണ്. ഹി വിൽ അറൈവ് ഹിയർ. യെസ്, ഹിയർ. എവിടെ എത്തിച്ചേരുക എന്ന് നമ്മളെ സെന്റൻസിനോട് ചോദിക്കുമ്പോഴാണ് ഹിയർ, ഇവിടെ. അത് ചിലപ്പോ അപ്പോ ദേർ ആണെങ്കിലോ ഹി വിൽ അറൈവ് ദേർ. അവൻ അവിടെ എത്തിച്ചേരും. അതിനകത്ത് ഏതാ ആഡ്വേർബ്? ദേർ. ആ, അത്ര തന്നെ. ഇനി ഒന്ന് അടുത്ത യെസ്. എനിക്ക് പള്ളിക്കൊണ്ട് ഞാനൊരു ശരി, ശരി. എക്സാമ്പിൾ പറഞ്ഞു പോട്ടെ. പറഞ്ഞോളൂ. He jumps very well. He jumps very well. ഇതിനകത്ത് ഇപ്പൊ 2 എണ്ണം വേണമെങ്കിൽ പറയാം അല്ലേ? ഓക്കെ, വെരി വെൽ ഒറ്റ ഒന്നാക്കിട്ട് പറയാം. ഇതിനകത്ത് ഏതാണ് ആഡ്വേർബ്, ഏതാണ് വേർബ്? Very well. വെരി വെൽ എന്താണ്? Adverb. ആഡ്വേർബ്. ഏതാ വേർബ്? Jumps. Jumps. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നീ സ്കൂട്ടായിക്കോ. ശരി, ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ ആൻസഫിന്റെ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബൈ. ഓക്കെ, നിങ്ങളിലേക്ക് വരാം. 1-2 എക്സാമ്പിൾസും കൂടെ ഞാൻ പറയാം. ഒന്ന് എല്ലാവരും പറയാൻ ശ്രമിക്കണം. ഇപ്പൊ എല്ലാറ്റിന്റെ അവസാനമായിരുന്നു, പിടിക്കാൻ എളുപ്പമാണ് അല്ലെ? ഹിയർ, ദേർ, അതുപോലെ ഫാസ്റ്റ്, ലൗഡ്ലി, നൈസ്ലി, ബ്യൂട്ടിഫുള്ളി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഒക്കെ സെന്റൻസിന്റെ അവസാനം. അപ്പൊ എളുപ്പമായി ആഡ്വേർബ് ഏതാണെന്ന് മനസ്സിലാക്കാൻ. ഇനി ഞാൻ അങ്ങനെ എല്ലാത്തൊന്നും ചോദിച്ചു നോക്കട്ടെ. ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമോ നോക്കണല്ലോ. ഷീ ഓഫൺ പ്രേ in the she often pray in the hall. She often pray. She often prays in the hall. അർത്ഥം പറയാം. അവൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഹാളിൽ വെച്ചിട്ട്. അവൾ പലപ്പോഴും ഹാളിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. She often prays in the hall. ഇതിനകത്ത് പേരാ ആഡും. എന്താ പറഞ്ഞ പ്രാർത്ഥിക്കുക. അത് വെർബല്ലേ? ഓഫൺ. ഇതാരാ പറഞ്ഞേ? ശിവദ് സുധീർ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓഫൺ, പലപ്പോഴും. എപ്പോഴാ സമയം എന്നുള്ളതാണ് അല്ലെ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് ലിസൺ. ഹി ഓൾവേസ് ക്രൈ. ക്രൈങ് പറയാൻ പറ്റത്തില്ല. ഹി ഓൾവേസ് ക്രൈസ്. ഇതിനകത്ത് ഏതാണ്? ഹി ഓൾവേസ് ക്രൈസ്. പറഞ്ഞോളൂ. ഡൗട്ട് തെറ്റിയ സാരമൊന്നുമില്ല. ആരും പിടിച്ചു നിങ്ങളൊന്നും ചെയ്യത്തില്ല. ഓൾവേസ്. അതിനകത്ത് ഏതാണ് ക്രിയ? ഏതാ? ഓൾവേസ് ആഡ്വേർബ്. ഓക്കെ, ഏതാണ് വേർബ്? വേർബ് ഏതാ? She always ക്രൈസ് എന്നുള്ളത് ചെയ്യുന്ന കരയുന്നു. ഹി ഓൾവേസ് ക്രൈസ്. അവൻ എപ്പോഴും കരയാറുണ്ട്. അതാണ് ഹി ഓൾവേസ് ക്രൈസ്. അവൻ എപ്പോഴും കരയാറുണ്ട്. അതിനകത്ത് എപ്പോഴും എന്ന് പറഞ്ഞതാണ് ക്രൈയെ വിശേഷിപ്പിച്ചത്. എപ്പോഴൊക്കെ അവൻ കരയാ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കിട്ടേണ്ടത് ഉത്തരാണല്ലോ. അങ്ങനെയൊന്നും മനസ്സിലായിട്ടിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇനി വലിയ ക്ലാസ്സിൽ ഒരു ഹൈസ്കൂളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ആഡ്വേർബ്, അഡ്ജക്റ്റീവ് എന്നൊക്കെ കേട്ടാല് പരിചയം ഉണ്ടാവാൻ അത്ര മാത്രം കേട്ടോ. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒറ്റൊരു എക്സാമ്പിളും കൂടെ ആയതിനു ശേഷം നിങ്ങളുടെ എക്സാമ്പിൾസിലേക്ക് ഞാൻ വരികയാണ്. ഓരോ എക്സാമ്പിൾസ് കണ്ടെത്തിക്കോളൂ, എന്നിട്ട് നമുക്ക് ലീവ് ചെയ്യാം. ദിസ് ഈസ് ദ ലാസ്റ്റ് ചോയ്സ് ഫോർ യു. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ക്വിക്ക്ലി ഐ received the letter. Quickly I received the letter. ഞാൻ പെട്ടെന്ന് കത്ത് സ്വീകരിച്ചു. ഞാൻ പെട്ടെന്ന് കത്ത്. വെരി ഗുഡ്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി? യെസ്, കറക്റ്റ് ആണ്. ക്വിക്ക്ലി, പെട്ടെന്ന്. അപ്പോ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വരാം ആഡ്വേർബ്, ചിലപ്പോ ഇടയ്ക്ക് വരാം, ചിലപ്പോ ലാസ്റ്റും വരാം. പിന്നെ എളുപ്പപ്പണിക്കുള്ള സംഭവമാണ് ലി എന്ന് അവസാനിക്കുന്നത്. മിക്കവാറും എന്തായിരിക്കും? ആഡ്വേർബ് ആയിരിക്കും. അങ്ങനെ അല്ലാത്തതും ഉണ്ട്. ഹിയർ പറഞ്ഞു നമ്മള് അല്ലെ, ദേർ പറഞ്ഞു, ഓൾവേസ് പറഞ്ഞു, ഓഫൺ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നതേ ഉള്ളൂ എന്നൊന്നുമില്ല. നമ്മളൊരു സെന്റൻസിൽ നോക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് എന്താണോ
അത് ചിലപ്പോ എങ്ങനെയാ, എപ്പോഴാ, എവിടേക്കാ, അല്ലെങ്കിൽ എവിടെയാ, എത്രത്തോളാണ്, എത്ര അളവാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഉത്തരം കിട്ടുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കും. ചിലപ്പോ വേറൊരു വിശേഷണത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, എല്ലാം മറന്നേക്കൂ. ഇനി നിങ്ങളുടെ സിമ്പിൾ എക്സാമ്പിളിലേക്ക് ഞാൻ വരാം. സോ ഹു ഈസ് റെഡി ടു സേ ദ എക്സാമ്പിൾ ഫസ്റ്റ്? Shivat Sudhir. ഓക്കെ ശിവത്, സേ. ശിവത് പറഞ്ഞോളൂ, ഒറ്റ എക്സാമ്പിൾ പറഞ്ഞോളൂ. ഈ ഒരു ആഡ്വേർബ് ചേർത്തിട്ടുള്ള ഒരൊറ്റ സെന്റൻസ്. Can climb fastly. എങ്ങനെ, ഒന്നുകൂടെ പറയൂ. I can climb fastly. ഓക്കെ, അതിനകത്ത് എല്ലായിടത്തും ലീ ഉണ്ട്, പക്ഷെ ഫാസ്റ്റിന്റെ കൂടെ ലീ ചേർക്കേണ്ടതില്ല. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്ന് പറയൂ. ചിലതിന്റെ കൂടെ ലീ മാച്ച് ആവില്ല. അത് ചിലരൊക്കെ ചേർക്കാറും ചിലയിടത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. പക്ഷെ ഫാസ്റ്റിന്റെ കൂടെ ലീ ചേർക്കേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് അത് മതി. ഒന്നുകൂടെ പറഞ്ഞോളൂ സെന്റൻസ് തന്നെ. Can climb fast. ഷീ ക്യാൻ. ഹീ എന്നാണോ ഷീ എന്നാണോ പറഞ്ഞേ? ഐ ക്യാൻ. ഓക്കെ ഓക്കെ. ഐ ക്യാൻ ക്ലൈം ഫാസ്റ്റ്. എനിക്ക് വേഗത്തിൽ കയറാൻ കഴിയും. എവിടേക്കാ കയറാൻ പറ്റുക? ഓൺ ദ ട്രീ. അപ്പൊ ആ സെന്റൻസ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി നോക്കൂ. ഐ ക്യാൻ ക്ലൈം fast on the tree. ഇത്ര വലിയ സെന്റൻസ് ഉണ്ടാക്കിയില്ലേ ശിവത്? മിടുക്കൻ, വെരി ഗുഡ്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഞാൻ എന്തായാലും ഇച്ചിരി കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് മെസ്സേജും കൂടെ ഗ്രൂപ്പിൽ ആഡ്വേർബ്സിനെ കുറിച്ച് ഇടാം. ഓക്കെ, ബൈ. ലീവ് ചെയ്തോളൂ. മനസ്സിലായെന്ന് വിചാരിക്കണം. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് വരുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഒരു ഗ്രാമർ പോർഷൻ ആണ്. Who is ready next? Just open your mic and say. Nazal Zaman. Okay, Nazal, you start. They are running. അങ്ങനെ ഒന്നുകൂടെ പറയൂ. They are running fast. ഫാസ്റ്റ് തന്നെ വേണോ? അപ്പൊ വേഗം എന്നുള്ളതിന് പകരം നമുക്ക് വേറൊരു വേർഡും പറയാലോ. എന്താ ഇപ്പൊ ഇത് ഒച്ചിന്റെ പോലെ എഴുതണമെന്ന് പറയാലോ. സ്പീഡ് കുറച്ചിട്ടുള്ളതിന് എന്താ പറയാ? ഫാസ്റ്റ് ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ ശിവത് പറഞ്ഞതുകൊണ്ട് നസൽ അതൊന്ന് എന്താ പറയുന്നത്, സാവധാനം എന്നുള്ളതാണെങ്കിൽ എങ്ങനെ പറയാം? സ്ലോ എന്ന് കേട്ടിട്ടുണ്ടോ? സ്ലോന്നോ സ്ലോലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്ലോലി, സാവധാനം. പറഞ്ഞോളൂ, എക്സാമ്പിൾ പറഞ്ഞോളൂ. സെയിം എക്സാമ്പിൾ ഫാസ്റ്റ് മാറ്റിയിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. They are running slowly. They are running slowly. അവർ സാവധാനം ഓടുകയാണ്, അവര് മെല്ലെ ഓടുകയാണ് അല്ലെ? ഓടിയിട്ട് അങ്ങോട്ട് എത്തണില്ല. They are running slowly. They are running slowly. സാവധാനം ഓടുകയാണ്. അതിനകത്ത് ഏതാണ് നസൽ ആഡ്വേർബ്? Running. അത് ആഡ്വേർബ് ആണോ? അത് വേർബ്. അതായത് സ്ലോലി ആണ് ആഡ്വേർബ്. ഒരു എക്സാമ്പിൾ കൂടെ പറയൂ. എക്സാമ്പിൾ. The TV. ഒന്നുകൂടെ പറയൂ, എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ക്ലാരിറ്റി കിട്ടിയില്ല. ഒന്നുകൂടെ പറയൂ. They are watching the TV. They are watching. ഇതാന്ന് വേണമെന്നില്ല. They are watching TV. They are watching TV. അതിനകത്ത് എവിടെയാ എന്ത് എന്നുള്ളതല്ലേ വരുള്ളൂ. ഒന്നും കൂടെ. വാച്ചിങ് TV എന്ന് പറയുമ്പോ എവിടെയാണ് അതിന്റെ എങ്ങനെയാ, എപ്പോഴാ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരുന്നില്ലല്ലോ. എത്രത്തോളാ, എത്ര തവണയാ, അങ്ങനെ കുറച്ചുകൂടി സെന്റൻസ് ഒന്നും കൂടെ മാറ്റൂ. പറഞ്ഞു നോക്കിക്കോളൂ. They are watching the കൺഫ്യൂസ്ഡ് ആയോ? വേറൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ. അത് എന്താ കാണുന്നതെന്നല്ലേ ആയിട്ടുള്ളൂ, എന്താണെന്നല്ലേ ആയിട്ടുള്ളൂ. എവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം, എപ്പോഴാന്ന് പറയാം, എങ്ങനെയാന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളാണ് വരേണ്ടത്. ഇങ്ങനെ ചെയ്യാം. ഇതേ സെന്റൻസ് നമുക്ക് എപ്പോഴും വരും. They are always watching TV. അങ്ങനെ ആക്കിയാലോ? ഓക്കെയാ? They are always watching TV. അവർ എപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ സെന്റൻസിനകത്ത് ഏതാ നസലെ ആഡ്വേർബ്? വേർബ് അല്ല. ആഡ്വേർബ് ഏതാണ്? തെറ്റിക്കോട്ടെ, സാരില്ലേ, പറഞ്ഞോ.
ഇടയ്ക്ക് ക്ലാരിറ്റി കിട്ടിയില്ല. പറഞ്ഞായിരുന്നോ നീ? watching, വാച്ചിങ് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുക, ചെയ്യുന്ന പ്രവൃത്തി അതല്ലേ, വേർബാണത്. വാച്ചിങ്ങിനെ വിശേഷിപ്പിച്ചത് അതിനകത്ത് വേറൊന്നുണ്ട്. ഓൾവേസ് ഓൾവേസ് ഓൾവേസ്. അപ്പോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചോദിക്കും. ആക്ച്വലി മനസ്സിലായി എന്ന് തോന്നുന്നവർക്കാണ് ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. നസൽ ശരിക്കും എന്താ അറിയോ ഉദ്ദേശിച്ചത്? നമ്മൾ ചെയ്യണ കാര്യം, നടക്കുക, ഇരിക്കുക, ഓർക്കുക, പറയുക, അല്ലെങ്കിൽ ഉറങ്ങുക, അങ്ങനെ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കണം. അങ്ങനെ ഒരു സെന്റൻസ്. വേറൊരു സെന്റൻസ് പറഞ്ഞു നോക്കിക്കോളൂ. ഒറ്റൊരു സെന്റൻസ് പറഞ്ഞോളൂ. ആഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്ലി, സ്പീഡ്ലി, ഫാസ്റ്റ്, എന്താ പറയുക, ലൗഡ്ലി, ക്വിക്ക്ലി, ക്വയറ്റ്ലി, അങ്ങനെയൊക്കെ പറയാം. പിന്നെ വേണമെങ്കിൽ ഹിയറും ദേറൊക്കെ ചേർക്കാം. കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. നസലിന് ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യൂ, ഐ വിൽ ക്ലിയർ യു. ഓക്കെ. വേർബ് മുതൽ കുറച്ച് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വേർബ് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ആഡ്വേർബിൽ ഡൗട്ട് ഉള്ളത്. മോനും പേഴ്സണലി എന്നെ മെസ്സേജ് ചെയ്യുക, ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. അതോടൊപ്പം ഗ്രൂപ്പിൽ ഞാൻ ആഡ്വേർബ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് വിടാം, മലയാളത്തിലും കൂടെ. മലയാളം ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും കൂടെ വായിക്കുമ്പോൾ ക്ലിയർ ആവും. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ. ശരി. Who is ready next? Yes. Who is ready? Yeah, Sinatha, please. Did you understand about the adverbs? Yes. Yeah. So you may start. I read newspaper regularly. Yeah, very good. I read newspaper regularly. ഞാൻ സ്ഥിരമായിട്ട് പത്രം വായിക്കാറുണ്ട്. അതിനകത്ത് ഏതാണ് ആഡ്വേർബ്? Regularly. Regularly. And verb? Read. Yeah, that's it. Thank you. മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് സിമ്പിൾ ആയിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് ഇത് കേൾക്കുമ്പോഴേ ഗ്രാമർ ഒന്നും പഠിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അവർക്ക് കൺഫ്യൂസ്ഡ് ആവും. ജസ്റ്റ് ഇതിനെ കുറിച്ച് അറിഞ്ഞ് അവയർനെസ് കിട്ടാൻ വേണ്ടി എടുത്തു. അല്ലേ? ഗ്രാമർ എങ്ങനെ? ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും, ഓൾവേസ് എല്ലായ്പ്പോഴും, അങ്ങനെ. റെഗുലർലി പതിവായി, പതിവായിട്ട്, യൂഷ്വലി പതിവായിട്ട്, അങ്ങനെ. Okay. Okay. I think you could understand, right? Yes. Okay. Thank you, Sinatha. Bye. Good night. You can leave now. Bye. Next one. Karthik, Saihan, Hadi, Naji, Farha. Who is ready? പേര് വിളിക്കണമെന്നില്ല. നിങ്ങൾ റെഡി ആണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, സാരില്ല. ഐ വിൽ ക്ലിയർ യു. Who is ready? മിണ്ടാണ്ടിരുന്നാ തെറ്റൂല്ല. തെറ്റിയാലേ തിരുത്താൻ പറ്റുള്ളൂ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇത് 5ാം ക്ലാസ്സിലെ. യെസ്, ഹാദി. അപ്പൊ ഹാദി ഒരു സെന്റൻസ് പറഞ്ഞോ. അതിനകത്ത് നമുക്ക് ആഡ്വേർബ്സ് ഒന്നുകൂടെ പറയൂ. ആ സെന്റൻസ് ഒന്നുകൂടെ പറയൂ. There are read slowly. there എന്ന് പറഞ്ഞാലേ, there are എന്ന് പറഞ്ഞാല് ഉണ്ട് എന്നാണ്. they are, അവർ എന്ന് പറയണമെങ്കിൽ they are. there are അല്ല, there are എന്ന് പറഞ്ഞാൽ ഉണ്ട്. അത് സെന്റൻസിൽ മാച്ച് അല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ്? they, എന്റെ കൂടെ പറ. they are reading. ഈസ്, ആമ്, ആറ്, ഓസ് വരൊക്കെ വന്നാൽ റീഡ് പറഞ്ഞാൽ പോരാ, ing ചേർക്കണം. they are reading. they are reading slowly. റീഡിങ്. ഇത് ക്ലാസ് ഒന്നല്ല, നമ്മുടെ ക്ലാസ് റൂം. സിമ്പിൾ ആയിട്ട് പറ. they are റിലാക്സ്ഡ് ആയിട്ട് പറ. തെറ്റിക്കോട്ടെ. they are reading slowly. അവര് സാവധാനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏതാണ് ഹാദി ആഡ്വേർബ് ആയിട്ട് വരുന്നത്? സ്ലോലി. കറക്റ്റ് ആണ്. അപ്പൊ വേർബോ, ചെയ്യുന്ന പ്രവൃത്തിയോ? ഏതാണ്? റീഡിങ്. അത്രേ ഉള്ളൂ. സിമ്പിൾ. കറക്റ്റ് ആണ് കേട്ടോ. അത്രേ ഉള്ളൂ.
അവിടെ നാജി മിണ്ടാണ്ടിരിക്കുകയാണല്ലോ. നാജി പറയാൻ റെഡിയാണോ? ഹാദി പറഞ്ഞൊരു എക്സാമ്പിൾ നീയും കൂടെ പറ. റെഡി ആണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഹു ഈസ് റെഡി നെക്സ്റ്റ്? പറഞ്ഞോ. They are running slowly. രണ്ടാളും കൂടെ സ്ലോലി ആക്കല്ലേ, ഒരാള് ഫാസ്റ്റ് ആക്കി. ഓക്കെ, ഒരാള് സ്ലോലി പറഞ്ഞില്ലേ, നീ അപ്പൊ അത് മാറ്റി പിടിക്കേ. They are running fast. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. അവര് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏതാണ് ചെയ്യുന്ന പ്രവൃത്തി? ചെയ്യുന്ന പ്രവൃത്തി ഏതാ? Run. റണ്ണിങ്. ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ചെയ്യുന്ന പ്രവൃത്തിയെ വിശേഷിപ്പിച്ച പദം അതാണ് ആഡ്വേർബ്. അതേതാ? ഫാസ്റ്റ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ ഹാദി ആൻഡ് നാജി, ബൈ, ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വൺ സൈഹാൻ, കാർത്തിക്, ഫർഹ. ഇസ് ദർ എനിബഡി എൽസ് ഫോർ റെസ്പോണ്ടിങ്? പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ ഒരൊറ്റ സെന്റൻസ് അല്ലേ ഉള്ളൂ, പറഞ്ഞോളൂ. ആരും പറയുന്നില്ലേ? കാർത്തിക് റെഡി? Yes. സൈഹാൻ? ഓക്കെ കാർത്തിക്, പ്ലീസ് യു സ്റ്റാർട്ട്. പറഞ്ഞോ, കമാ ഫാസ്റ്റ്. ഇങ്ങനെ ആശങ്കപ്പെട്ട് തെറ്റുവോ? തെറ്റിയപ്പോ ഒന്നുമില്ലേ, പരീക്ഷ പേപ്പറിൽ മാർക്ക് ഇടല്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കല്ലേ. തെറ്റുമ്പോ തെറ്റും, തെറ്റിക്കോട്ടെ, അതിനെന്താ, പറഞ്ഞോളൂ. I got walked to എങ്ങനെയാ slow. പറഞ്ഞ? I ഐ walked to ഐ വാക്ക് ടു. in എവിടേക്കാ the walk? ground. ഐ വാക്ക്ഡ്. ഒന്നുകൂടെ പറയൂ. ഐ വാക്ക്ഡ്. I walked slow. I Slowly. walked slow. I walked to. തെറ്റിക്കോട്ടെ, വേണ്ട, ഒന്നുമില്ല, പറഞ്ഞോ. ഇങ്ങനെയല്ലേ നീ ഉദ്ദേശിച്ചത്? ഐ വാക്ക്ഡ് സ്ലോലി, അങ്ങനെയാണോ? ബാക്കി പറഞ്ഞോ. ഐ വാക്ക്ഡ് സ്ലോലി. എവിടേക്കാ മെല്ലെ നടന്നത്? ഐ വാക്ക്ഡ് സ്ലോലി ഇൻ ദ ഗ്രൗണ്ട്. ഞാൻ ഗ്രൗണ്ടിൽ സാവധാനത്തില് നടന്നു അല്ലെ. ഐ വാക്ക്ഡ് സ്ലോലി ഇൻ ടു ദ ഗ്രൗണ്ട് ആട്ടോ കുറച്ചുകൂടെ നല്ലത്. ഉള്ളിലേക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ഇൻ ടു ദ. ഓക്കെ ഫൈൻ. ഐ വാക്ക്ഡ് സ്ലോലി ടു ദ ഗ്രൗണ്ട് എന്നാലും മതി, ഇന്ന് വേണമെന്നില്ല. ഐ വാക്ക്ഡ് സ്ലോലി ടു ദ ഗ്രൗണ്ട് പോരെ? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏതാ ചെയ്യുന്ന പ്രവൃത്തി? വേർബ് ഏതാ? ഐ വാക്ക്ഡ് സ്ലോലി, ഞാൻ സാവധാനത്തിൽ നടന്നു. ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക്, മൈതാനത്തിലേക്ക് ഞാൻ സാവധാനത്തിൽ നടന്നു എന്നാണ് സെന്റൻസ്. അതാണ് കാർത്തിക് പറഞ്ഞത്. അതിനകത്ത് ഏതാ വേർബ്? ചെയ്യുന്ന പ്രവൃത്തി ഏതാ? വാക്ക്ഡ്. കറക്റ്റ്, നടന്നു. ഏതാണ് അതിലെ ആഡ്വേർബ്? വിശേഷിപ്പിച്ചത് ഏതാ? നടന്നു എന്നുള്ളതിനെ വിശേഷിപ്പിച്ചത് ഏതാ വേർഡ്? ഗ്രൗണ്ട്. ഗ്രൗണ്ടോ? ഗ്രൗണ്ട് സ്ഥലാണ്. വേറൊരു സാധനം നീ ഇടയിൽ കൂടെ ഫിക്സ് ചെയ്തിരുന്നു. എങ്ങനെയാ നടന്നത്? വേഗത്തിലാണോ? സ്പീഡ് കുറച്ചിട്ടാണോ? എങ്ങനെയാ നടന്നത്? സ്ലോലി. അപ്പൊ സ്ലോലി എന്നുള്ളതാണ് എന്ത്? ആഡ്വേർബ് കേട്ടോ. ഓക്കെ, ഇതൊന്നും 5ാം ക്ലാസ്സിന് ആവശ്യമുള്ളതൊന്നും അല്ല, കുഴപ്പമില്ല, മുന്നോട്ട് പോകുമ്പോ മനസ്സിലാവും. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ സൈഹാൻ or Farha. Is there anybody else for responding? ഓക്കെ, ഞാൻ കമ്പൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം, പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, ചുരുക്കി പറയാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ഇടാം, അതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എന്താണ് നമ്മളിത് പറഞ്ഞെന്നറിയോ? വേർബിനെ വിശേഷിപ്പിക്കുന്ന, ചെയ്യുന്ന പ്രവൃത്തികളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ആഡ്വേർബ്സ് എന്ന് പറയും. അത് ഒരു സെന്റൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ അപ്പൊ അതിനകത്ത് ആഡ്വേർബ് ഉണ്ട് എന്ന് മനസ്സിലാവുക വെച്ചാല്, ആ സെന്റൻസിൽ ചെയ്യുന്ന പ്രവൃത്തിയെ വിശേഷിപ്പിച്ച പദം ഏതാണ്? അതായത് ചിലപ്പോ എങ്ങനെയാ, എപ്പോഴാ, എവിടെയാ, എത്രത്തോളാ, അല്ലെങ്കിൽ എത്ര തവണയാ,
അല്ലെങ്കിൽ എവിടെയാ സ്ഥലം, ഇങ്ങനെ പലതും ഉണ്ട്. പല കാര്യങ്ങളും ഇതിനകത്ത് വരാം. അതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഏതാണെന്ന് നമുക്ക് ആ സെന്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ കുറച്ചും കൂടെ എളുപ്പത്തിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാത്തൊരു സാധനം ഉണ്ട്. എന്തായാലും മിക്കവാറും ആ ഒരു സെന്റൻസിൽ ലീ എന്ന് വെച്ചിട്ടുള്ള വേർഡ് ഉണ്ടെങ്കിൽ അത് ആഡ്വേർബ് ആയിരിക്കും. എന്നാൽ എല്ലാ ആഡ്വേർബ്സിലും ലീ ഉണ്ടാവണമെന്നില്ല. കുറച്ചെണ്ണം ഞാൻ എക്സാമ്പിൾസ് പറയാം. ഇനിയും ഒരുപാടുണ്ട്, എന്നാലും കുറച്ചെണ്ണം ഞാൻ പറയാം. അത് ഏതൊക്കെ വെച്ചാൽ ഹിയർ ഉണ്ട്, ദർ, ഹിയർ ഇവിടെ, ദർ അവിടെ, അങ്ങനെ വരും. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഓൾവേസ്, എല്ലായ്പ്പോഴും. അതുപോലെ സ്ലോലി, സാവധാനം, ഫാസ്റ്റ്, വേഗത്തിൽ, ലൗഡ്ലി, ഉറക്കെ, ക്വയറ്റ്ലി, നിശബ്ദമായിട്ട്, അതുപോലെ റെഗുലർലി, സ്ഥിരമായിട്ട്, ഓഫൺ, പലപ്പോഴും, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എല്ലായിടത്തും ലീ അല്ല. അപ്പൊ എൽ ബൈ ലാസ്റ്റ് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. വെൽ, നന്നായിട്ട് എന്നുള്ള വെൽ, അത്. അതുപോലെ ബ്യൂട്ടിഫുള്ളി, നൈസ്ലി, ലൗഡ്ലി, ക്വയറ്റ്ലി, ഇതൊക്കെ എന്താണ് സ്ലോലി, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ആഡ്വേർബ് ആണ്. രത്ന ചുരുക്കം എത്രയേ ഉള്ളൂ, ഒരു വേർബിന് ഒരു സെന്റൻസിൽ ചെയ്യുന്ന പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ് adverb. That's all. This is the grammar portion, so it will be little bit complicating for someone, especially for small children. No problem. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ആഡ്വേർബ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലായാൽ മതി. അത്രയേ ഉള്ളൂ ആവശ്യം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. ഇനി അടുത്ത സൺഡേ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. വൺസ് അഗൈൻ ഗുഡ് നൈറ്റ്.